ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വീട്ടിലേക്ക് പാല് വാങ്ങാൻ വേണ്ടിയിട്ട് കുട്ടിപ്പട്ടാളുമായിട്ടാണ് പോകുന്നത്. സാധാരണ അല്ലൂസ് മാത്രമാണ് അച്ഛൻ്റെ കൂടെ പോകാറുള്ളത്. ഇന്നിപ്പോൾ അച്ഛന് നേരത്തെ പോകാനുള്ളതുകൊണ്ട് ഞാൻ പോകാമെന്ന് വെച്ചു. മക്കൾ 3 പേരും കൂടെ പോരുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പോരുന്നുണ്ട്. അല്ലൂസ് മുന്നിൽ പോയി. അല്ലൂസിന് പിന്നെ തോടെല്ലാം നല്ല പരിചയമാണ്. ഇതിൽ എന്നും പോകുന്നത് കൊണ്ട് തോടെന്ന് പറയാവുന്നതേ ഉള്ളൂ. വെള്ളമെല്ലാം വറ്റി. കുറച്ച് സ്ഥലത്ത് ബണ്ട് കെട്ടി നിർത്തിയിട്ട് അവിടെ ഇവിടെ ആയിട്ട് വെള്ളം എടുക്കുന്നത് എവിടേക്ക്. ഒരു സൈഡിൽ ഈ പോകുന്ന വഴിക്ക് ഒരു സൈഡിൽ ഫുള്ള് വാഴത്തോട്ടവും കവുങ്ങും ഒക്കെയാണ്, മറ്റേ സൈഡിൽ വയലുമാണ്. മീനുണ്ടോയെന്നാണ് ഇവർ രണ്ടുപേരും നോക്കുന്നത്. മീൻ പോയിട്ട് വെള്ളം തന്നെ വളരെ കുറവാണ്. ചെറിയൊരു നീർച്ചാൽ പോലെ ഉള്ളൂ. അതാണ് പോകുമ്പോഴാണ് ആര്യൻ അവിടെ വീണെടുക്കുന്നുണ്ട്. ആരും വീണെടുക്കുന്നുണ്ടിട്ട് രക്ഷിക്കാൻ പോകുന്നതാണ് ഈ രണ്ടുപേരും കൂടി. പോകുന്ന വഴിക്കൊരു പശുവിനെ കണ്ടു. പിന്നെ പശുവിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയോ പറഞ്ഞു നോക്കുന്നുണ്ട് അല്ലൂസ്. ഒന്നും പറയാൻ കഴിയാത്തതുകൊണ്ട് ചുമ്മാ അക്ഷരം മാത്രം കാണിച്ച് നിൽക്കുകയാണ്. അപ്പോഴതാ ടാട്ടൻ അവിടെ മുന്നിൽ വീണ്. ടാട്ടൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓടുകയാണ് രണ്ടാളും കൂടി. അല്ലൂസ് പറ്റും പോലെ ഓടി ചെന്ന് നോക്കുന്നുണ്ട്. അപ്പോഴേക്കും ആര്യനെ എണീറ്റു. ആര്യൻ ഒറ്റയ്ക്ക് എണീറ്റ് പോയി. ഇതാണ് ഇവിടുന്നാണ്, ഈ വീട്ടിൽ നിന്നാണ് പാല് വാങ്ങുന്നത്. അല്ലൂസ് എന്ന് വരുന്നതുകൊണ്ട് തന്നെ അല്ലൂസിന് അത് അവിടെ പശുക്കിടാവിനൊക്കെ നല്ല പരിചയമാണ്. അവൻ നോക്കി നിൽക്കുന്നുണ്ട്. എന്നും അച്ഛനെ കൂടെ വരുമ്പോൾ ഈ പശുക്കിടാവിൻ്റെ അടുത്ത് വന്ന് നോക്കുക, തൊട്ട് നോക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും അവൻ. അമ്മൂസിന് അതിനെ തൊട്ട് നോക്കണമെന്നും അതിൻ്റെ അടുത്ത് പോകണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ അത് കടിക്കുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ അമ്മൂസിന് അത്ര അങ്ങോട്ട് ഫെമിലിയർ അല്ല. വല്ലപ്പോഴേ വരാറുള്ളൂ. കടിക്കുമോ കുത്തുമോ എന്നൊക്കെയുള്ളൊരു പേടിയോട് കൂടി ജസ്റ്റ് അതിൻ്റെ അടുത്ത് പോയി നോക്കുന്നുണ്ട് അമ്മൂസ്. തൊട്ട് നോക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ ഒരു ചെറിയൊരു ഭയം. ഇവരിവിടെ തിണ്ണയിൽ പാല് വെച്ച് ഒരു കുപ്പിയിലാക്കിയിട്ട് ഞങ്ങളതെടുത്ത് പിന്നെ നാളെ പാലാക്കി വെക്കാനുള്ളൊരു കുപ്പിയോടെ വെച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോകും. ഇവിടെ ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടാണ് കേട്ടോ. അപ്പോൾ അവിടെ ബോളൊക്കെ ഉണ്ട്. അല്ലൂസിൻ്റെതാണോ എന്നുള്ളൊരു സംശയത്തിൽ അല്ലൂസ് അത് എടുത്ത് നോക്കിയതാണ്. അവിടെ തിരിച്ചിട്ടിട്ട് കുറച്ച് സമയം കളിച്ചിട്ട് അല്ലൂസ് തിരിച്ചു പോരുവാണ്. പിന്നെ പോരുന്ന വഴിക്ക് ഇതോടെ കറ്റാർവാഴ. അമ്മൂസ് പറഞ്ഞു അത് വളർച്ചയില്ലാത്തതാണെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞു പോകുന്നത്. അമ്മൂസ് പാല് വാങ്ങാൻ പോരുന്നതിനുള്ള മെയിൻ റീസൺ ഇതാണ്. കുറച്ച് പൂ പറിക്കാൻ വേണ്ടിയിട്ടാണ്. അമ്മൂസിന് ഭയങ്കര ഇഷ്ടമാണ് പൂ ഇങ്ങനെ അവിടെ നിന്ന് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലൂസിനെ അങ്ങോട്ട് ഇറങ്ങണമെന്നുണ്ട്. പക്ഷേ അല്ലൂസിന് ഇറങ്ങേണ്ടത് എങ്ങനെയാണെന്ന് അറിയാത്തതുകൊണ്ട് അല്ലൂസ് കൺഫ്യൂസ്ഡായി നിൽക്കുകയാണ്. അമ്മൂസിന് ഈ പൂക്കളൊക്കെ പറിക്കുക, പിന്നെ കുറച്ച് ഇലയൊക്കെ പറിച്ച് കൊണ്ടുപോകാന്നൊക്കെ ഉള്ളതാണ് അമ്മൂസിൻ്റെ മെയിൻ പരിപാടി. ഭയങ്കര ഇഷ്ടമാണ്. കവറിലിട്ട് കൊണ്ടുപോകും വീട്ടിലേക്ക്. ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ ജസ്റ്റ് കളക്ട് ചെയ്യുക. ആരും മരം കയറാനാണ് ശ്രമിക്കുന്നത്, പക്ഷേ മരത്തിന് താഴോട്ട് ഊർന്ന് പോവുകയാണ് ചെയ്യുന്നത്. മരം കയറാൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കയറാൻ പറ്റാത്തതോട്ട് അവൻ ഊർന്ന് താഴേക്ക് ഇറക്കുന്നുണ്ട്. അല്ലൂസിനും അത് കണ്ടിട്ട് ഒരു ടെൻഡൻസി ഉണ്ട്. അല്ലൂസ് അടുത്തേക്ക് പോയി നോക്കുന്നുണ്ട്. പക്ഷേ ചെറിയൊരു ഗ്യാപ്പ്, അവിടെ ഒരു താഴ്ച ഉള്ളതുകൊണ്ട് അല്ലൂസിന് അത്ര ധൈര്യം തോന്നുന്നില്ല. ആര്യൻ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നുണ്ട്. ആര്യൻ ഹെൽപ്പ് ചെയ്യുമെന്ന് കരുതി അല്ലൂസ് ഇരിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ അല്ലൂസിന് അങ്ങോട്ട് എത്താത്തതുകൊണ്ട് ചെറിയൊരു പേടിയുണ്ട്. കാരണം ആഗ്രഹമുണ്ട്. ഒഴിവാക്കി വിട്ടു പിന്നെ മെല്ലെ. ഇനി ടാട്ടനും അതിനും കൂടെ കൈ പിടിച്ച് പശുവിനൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ പോവാണ്. കുറച്ച് സമയമൊക്കെ കൈ പിടിക്കാൻ സമ്മതിക്കത്തുള്ളൂ. പിന്നെ അല്ലൂസ് അങ്ങ് ഓടിക്കളയും. പിടിച്ചില്ലെങ്കിൽ കൈ വിട്ടു അവന് പോയി കളയും. ബനാനയൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അമ്മൂസ് പറഞ്ഞു കൊടുക്കുകയാണ്. കൊഞ്ചിച്ചാണ് പറഞ്ഞു കൊടുക്കുന്നത് അല്ലൂസിന് അമ്മൂസ്. വണ്ട് കെട്ടി നിർത്തിയത് പൊളിക്കട്ടെ അമ്മയെന്നൊക്കെ പറഞ്ഞ് ആര്യൻ അങ്ങോട്ട് ഇറങ്ങിയതാണ് വാഴയുടെ ഇടയ്ക്ക്. കുറച്ച് വെള്ളം അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരവിടെ കെട്ടി നിർത്തി. ആര്യം പൊളിക്കാൻ നോക്കിയിട്ട് ഞാനത് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ തിരിച്ച് കയറി പോരുകയാണ്. അമ്മൂസിന് അതാ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് പൂവും കുറച്ച് ഇലയൊക്കെ കിട്ടി. ആ ഇലയുടെ ബാക്കിലൊരു വൈറ്റ് കളർ വെച്ചിട്ട് അമ്മൂസ് മുഖത്ത് ടാറ്റു കടിച്ചിട്ടുണ്ട്. അത് സ്ഥിരം ചെയ്യുന്നതാണ്. അവൾ കയ്യിലും മുഖത്തും ഒക്കെ വെച്ചിട്ട് പതിക്കും. ഇതവിടുത്തെ പയ്യന്മാർ, നാട്ടിലെ പയ്യന്മാർ ഫ്രീ ടൈമിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് കെട്ടിയുണ്ടാക്കിയൊരു സ്ഥലമാണ്. ഒരു വെയിറ്റിംഗ് ഷെഡൊക്കെ പോലെ. കുറച്ച് സമയം അവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ട് പോകാം അമ്മേ, ഞങ്ങൾ ടയേർഡായെന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്ന് പിന്നെ അതാ തിരിച്ചു പോകുന്ന വഴിയാണിത്. പോരുന്ന വഴിക്ക് ഒരു കല്ലെന്തോ എടുത്ത് കൈ പിടിച്ചിട്ടുണ്ടല്ലോ. കല്ലുണ്ടല്ലോ കയ്യില്, ചെറിയൊരു കല്ല്. അല്ലൂസേ കയ്യിലെന്താ അല്ലൂസേ? കല്ല് കളയും. എറിയില്ല കേട്ടോ ആരെ. എന്താണ്
എപ്പോഴാ ലൂസേ? ആണോ? ആരാ പറഞ്ഞ ലൂസേ? അമ്മയോ? എന്തിനാ ലൂസേ? ആണോ?